ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനെ കൊല്ലാൻ ഉണ്ണിക്ക് കൂട്ടുനിന്നതിൻ്റെ പേരിൽ കരുണയുടെ കരണടിച്ച് പൊട്ടിക്കുന്നുണ്ട് ദുർഗ. തുടർന്ന് നിൻ്റെ മുത്തശ്ശിയുടെ അടുത്ത് എന്ന് നീ പറഞ്ഞേക്കാം, നിന്നെ ഞാൻ തല്ലി ഇറക്കുന്നു, നീ ഇങ്ങോട്ട് തിരിച്ചു വരാതിരുന്നാൽ അത്രയും നല്ലത് എന്നെല്ലാം ദുർഗ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുമ്പോൾ, എൻ്റെ ഭർത്താവിൻ്റെ കൃപയിലാണ് ഞാനിവിടെ ജീവിക്കുന്നത്, അതുകൊണ്ട് അയാൾ പറയുന്നത് എനിക്ക് അനുസരിച്ചേ പറ്റൂ എന്ന് യാതൊരു കുറ്റബോധവുമില്ലാതെ സ്വന്തം ഭാഗം ന്യായീകരിച്ചുകൊണ്ട് കരുണ പറയുമ്പോൾ, ഇവിടെയുള്ള എല്ലാവരെയും കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും കൃപയിലാണ് കഴിയുന്നത്, അത് നീ മറക്കരുതെന്ന് പറയുന്നുണ്ട് ദുർഗ. അങ്ങനെ കരുണ കമലേശ്വരത്ത് നിന്നും ഇറങ്ങിപ്പോകുന്നു. പിന്നീട് ഉണ്ണിയോട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരരുതെന്ന് 1000 തവണ ഞാൻ പറഞ്ഞതാണ്, അവനിതിനെ എങ്ങനെ മനസ്സു എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, അച്ഛനെ കണ്ട ഓർമ്മ ഉണ്ണിക്കില്ല, മുതിർന്നപ്പോൾ അമ്മയുടെയും അമ്മാവിൻ്റെയൊക്കെ വാക്കുകൾ കേട്ടാണ് അവൻ ജീവിച്ചത്, അതുകൊണ്ട് സ്വത്തിനോടും പണത്തിനോടും മാത്രമാണ് അവന് സ്നേഹമുള്ളത്, അതുകൊണ്ട് തന്നെ അവനിങ്ങനെ ആയതിൽ അത്ഭുതമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് ദുർഗ ഉണ്ണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഇനിയെങ്കിലും കണ്ണൻ മോൻ്റെയും ലക്ഷ്മി മോളുടെയും നന്മ നീ തിരിച്ചറിയണം, അവരെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടികൾ കിട്ടുമെന്ന് നീ മനസ്സിലാക്കണം, അതുകൊണ്ട് നീ എല്ലാം അവസാനിപ്പിക്കണം. കരുണൻ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി നിൻ്റെ ജീവിതം കൂടുതൽ പരാജയമായി എന്നെല്ലാം ദുർഗ പറയുമ്പോൾ, അമ്മ ഒന്നും പറയണ്ട, അമ്മ ഇപ്പോൾ അയാളോട് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറുതും അഭിനയമല്ല എന്ന് അമ്മയ്ക്ക് പറയാൻ കഴിയുമോ? പിന്നെ കരുണയുടെ മുത്തശ്ശി എനിക്ക് തന്ന സ്വർണവും സ്വത്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ പറയാൻ കഴിയുമെന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, സ്വത്ത് കൊണ്ടും പണം കൊണ്ടും ഒന്നും ഒരു കാര്യവും ഇല്ല മോനെ, അതെനിക്ക് മനസ്സിലായി. വാമൻ്റെയും മേഘൻ്റെയും പ്രതാപൻ്റെയും ഒക്കെ അവസ്ഥ നീ കണ്ടതല്ലേ, മാത്രമല്ല മേഘൻ്റെയും വാമദേവൻ്റെയൊക്കെ സാലറി കണ്ണൻ കട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി നിനക്കും അങ്ങനെ ഒരവസ്ഥ വരും. കണ്ണനെയും ലക്ഷ്മി മോളെയൊക്കെ സ്നേഹിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരും എന്നെല്ലാം ദുർഗ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അയാളെ തീർക്കാനുള്ള മറ്റു വഴികൾ ഞാൻ തേടുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. അയാളെ ഒരിക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്നും വേണമെങ്കിൽ സ്നേഹം നടിക്കാമെന്നെല്ലാം ഉണ്ണി പറയുന്നത് കേട്ട് ശരിക്കും ദേഷ്യം വരികയാണ് ദുർഗയ്ക്ക്. എങ്കിൽ നിന്നെ വിഷം കൊടുത്ത് കൊല്ലാൻ പോകുന്നത് ഞാനായിരിക്കും, എനിക്കിപ്പോൾ എല്ലാവരേക്കാളും വലുത് കണ്ണൻ മോനാണ്, പഴയതിനേക്കാൾ ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെ ദുർഗ തുറന്നടിക്കുന്നു. പിന്നീട് കരുണ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടും അവൾക്ക് ഇഷ്ടമുള്ള പലഹാരമൊന്നും ഉണ്ടാക്കി കൊടുക്കാത്തതിൻ്റെ പേരിൽ ദുർഗ മോഹിനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയം കരുണ വരുന്നു. കരുണയുടെ കവിളത്തെ പാട് കാണുന്ന മുത്തശ്ശി, ഇതെന്താ മോളെ, ആരാ മോളെ തല്ലിയത്? വരുന്നവരും പോകുന്നവരും ഒക്കെ മുഴുവൻ മോളെ തല്ലുകയാണല്ലോ എന്നെല്ലാം മുത്തശ്ശി പറഞ്ഞ് വിഷമിക്കുമ്പോൾ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അയാൾ നടന്നു തുടങ്ങി, എൻ്റെ ഭർത്താവ് വീൽ ചെയറിലായു എന്നെല്ലാം കരുണ പറയുന്നുണ്ട്. അയാൾ നടന്നു തുടങ്ങി എന്നറിഞ്ഞിട്ടും മുത്തശ്ശിക്ക് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഇല്ലല്ലോ എന്ന് കരുണ ചോദിക്കുമ്പോൾ, എങ്ങനെ ഞെട്ടാനാ, നിൻ്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ അത് നേരത്തെ തന്നെ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അവിടേക്ക് വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശി, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഉണ്ണിക്കുട്ടൻ എങ്ങനെയാണ് വീൽ ചെയറിലായതെന്ന് ചോദിക്കുമ്പോൾ, കണ്ണനെ കൊല്ലാൻ നോക്കിയതിലാണ് എന്ന് കരുണ പറയുന്നത് കേട്ട് മോഹിനിക്കത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അതറിഞ്ഞപ്പോൾ മാർക്കോ അയാളുടെ കാല് തല്ലി ഒടിച്ചു എന്നും കരുണ പറയുന്നുണ്ട്. തുടർന്ന് ലക്ഷ്മിക്ക് ഇപ്പോൾ എല്ലാം ഉണ്ട്, നടക്കുന്ന ഭർത്താവ്, കുഞ്ഞ്, മാത്രമല്ല കമലേശ്വരൻ തറവാടും സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലാണ്. ഇങ്ങനെ മനുഷ്യന് ഭാഗ്യം വരൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അസൂയപ്പെടുകയാണ് കരുണ ചെയ്യുന്നത്. ഇനി ഞാൻ അവിടേക്ക് പോകുന്നില്ലെന്നും എനിക്ക് താമസിക്കാൻ മുത്തശ്ശിയുടെ വീടുണ്ടല്ലോ എന്നെല്ലാം കരുണ പറയുമ്പോൾ ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. തുടർന്ന് മോൾക്ക് ഇവിടെ താമസിക്കുക എന്ന് മുത്തശ്ശി പറയുമ്പോൾ, ഈ വീട് അച്ഛൻ്റെ മാത്രമല്ലല്ലോ അമ്മയുടെയും കൂടി പേരിലല്ലേ, ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അമ്മയുടെ കുറ്റപ്പെടുത്തൽ എനിക്ക് കേൾക്കേണ്ടി വരും, എന്തായാലും ഇതിനൊക്കെ കാരണക്കാരനായ എൻ്റെ അച്ഛനെ ഞാനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് കരുണ പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി കരുണയെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശിയുടെ വാക്ക് കേൾക്കാതെ കരുണ പോകുന്നു. പിന്നീട് ദുർഗ കണ്ണന് മരുന്നെല്ലാം എടുത്തു കൊടുക്കുന്നു. അമ്മ എന്നെ ഇപ്പോൾ പഴയതുപോലെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും 101% അതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ, എല്ലാം അവരുടെ ചതിയാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ വിഷമായിരിക്കും ഉണ്ടാവുക എന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ദുർഗയ്ക്കാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ട്. മഞ്ജുവിന് ഞാൻ എല്ലാം കൊടുത്തു, ആരൊക്കെ ശമ്പളത്തിലാണ് അവളിപ്പോൾ ജോലി ചെയ്യുന്നത്, അതുപോലെ അമ്മാവനും മേഘനയൊക്കെ ഞാൻ കൊടുക്കേണ്ടതൊക്കെ എന്നായാലും കൊടുക്കുമായിരുന്നു, സ്വാതിയുടെ കല്യാണവും നടത്തുമായിരുന്നു, ഉണ്ണിക്കും കരുണയ്ക്കും കൊടുക്കാനുള്ളതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, എന്നിട്ടും അവരെന്തിനാണ് എന്നെയും മഹിയെയൊക്കെ ഇങ്ങനെ തകർക്കാൻ നോക്കുന്നത് എന്നെല്ലാം വിഷമത്തോടു കൂടി കണ്ണൻ ചോദിക്കുമ്പോൾ, ഒരു ദിവസം അവരും മോനെ മനസ്സിലാക്കും, മഞ്ജുവും ഈ അമ്മയെ മാറിയതുപോലെ അവർ മോൻ്റെയും ലക്ഷ്മി മോളുടെയും നന്മ തിരിച്ചറിയുന്നു തന്നെ പറയുന്നുണ്ട് കേട്ടോ ദുർഗ. പിന്നീട് കണ്ണൻ മഹിയെയും കുഞ്ഞിനെയും കാണാനായിട്ട് എത്തുന്നു. തുടർന്ന് എന്നെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യമാണെന്നെല്ലാം കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ മഹി.
എന്താ കണ്ണേട്ട എന്ന് മഹി ചോദിക്കുമ്പോൾ നടന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട് കണ്ണൻ. തുടർന്ന് നടന്നതെല്ലാം കണ്ണൻ മഹിയോടും ലേഖയോടും അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട്. AC-യിൽ വിഷവാതകം കടത്തിവിട്ട് ഉണ്ണി കൊല്ലാൻ നോക്കിയെന്നും മാത്രമല്ല വഴിക്ക് വെച്ച് അവൻ എൻ്റെ പാതി ജീവൻ കൂടി എടുക്കാൻ ശ്രമിച്ചു. അതോടുകൂടി തന്നെ ഞാൻ നടക്കുന്ന കാര്യം അവൻ കണ്ടു എന്നും ഇപ്പോൾ എല്ലാവർക്കും സത്യങ്ങളൊക്കെ അറിയാമെന്നും കണ്ണൻ അവരോടായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ലേഖയാണെങ്കിൽ കണ്ണേട്ടൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ പോലും കണ്ണേട്ടൻ്റെ ജീവൻ സുരക്ഷിതമല്ല. കണ്ണേട്ടനോട് ഇങ്ങനെ ചെയ്തവർ മഹിയെയും കുഞ്ഞിനെയും വെറുതോ വിടോ എന്നെല്ലാം ആശങ്കയോടുകൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ ലേഖ. നിൻ്റെ രണ്ടാനമ്മയ്ക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അനന്ത് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇതിൽ പങ്കില്ല. അമ്മ തന്നെയാണ് എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ഉണ്ണിയോട് പറഞ്ഞത്. അതുകൊണ്ട് അമ്മയെ സംശയിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ എന്നാലും സൂക്ഷിക്കണം കണ്ണാ. നേരെ നിന്ന് ആക്രമിക്കുന്നവരേക്കാൾ പേടിക്കേണ്ടത് പുറമേ സ്നേഹം അഭിനയിക്കുന്നവരെയാണ് എന്ന് അനന്തു കൂട്ടിച്ചേർക്കുന്നു. നൂലുകെട്ട് കഴിഞ്ഞ് മഹിയും കുഞ്ഞും കണ്ണേട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല എന്നും ലേഖ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും കണ്ണന് നേരെ ഇങ്ങനൊരു വധശ്രമം ഉണ്ടായതിൽ വല്ലാതെ തന്നെ ആശങ്കപ്പെടുന്നുണ്ട് മഹിയും. പിന്നീട് കരുണ പ്രതാപനെ കാണാനായിട്ട് ജയിലിലെത്തുന്നു. എന്നിട്ട് നടന്ന വിവരങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനും മുത്തശ്ശിയും എന്നെ ഒന്നും അറിയിച്ചില്ല അല്ലേ. തുടർന്ന് നടന്നതെല്ലാം കരുണ പ്രതാപനോടായിട്ട് പറയുന്നു. ഇപ്പോൾ എൻ്റെ അമ്മായിയമ്മയും അവരുടെ സൈഡാണ്. അയാൾക്ക് വേണ്ടിയിട്ട് അവരെൻ്റെ കരണത്ത് തല്ലി. പക്ഷേ അധിക കാലമൊന്നും അവരെ ഞാൻ അവിടെ വാഴിക്കില്ല. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. മാത്രമല്ല എൻ്റെ ഈ കുഞ്ഞാണ് ഇപ്പോൾ എല്ലാത്തിനും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് വേണോ വേണ്ടയോ എന്നാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്നെല്ലാം. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങനെ അവരുടെ മുന്നിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കേണ്ടി വരുന്നത് എന്നെല്ലാം കരുണ പറയുമ്പോൾ വേണ്ട മോളെ, അങ്ങനെ കടുത്ത തീരുമാനങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ വിലക്കുന്നുണ്ടെങ്കിലും പരിധി വിട്ടു കഴിഞ്ഞാൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ. പിന്നീട് വാമദേവനാണെങ്കിലും പ്രതാപനോട് പറയുന്നുണ്ട് കണ്ണനും മഹാലക്ഷ്മിയും തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും മാത്രമല്ല അവർക്ക് എല്ലാത്തിനും രക്ഷകനായിട്ട് മാർക്കോയുണ്ട്. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ സർവ്വനാശത്തിന് തന്നെ കാരണമാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ വാമദേവൻ. ഏതായാലും ദുർഗയുടെ ഈ മാറ്റം സത്യമാണോ അതോ വെറും ചതിക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹനാടകമാണോ എന്നുള്ള ഒരു സംശയം ഇപ്പോഴും കണ്ണൻ്റെയും മഹിയുടെയും അനന്തുവിൻ്റെയും ലേഖയുടെ ഒക്കെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ തന്നെ കണ്ണൻ്റെ ആ ഒരു തെറ്റിദ്ധാരണയെല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്, സംശയങ്ങളെല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. മോൻ്റെ രണ്ടാനമ്മ മോനെ ഇപ്പോൾ സ്നേഹിക്കുന്നതിൽ സംശയിക്കേണ്ടതില്ല എന്നും അവർ ആത്മാർത്ഥതയോടെ തന്നെയാണ് മോനെ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം സിദ്ധിയായിട്ടുള്ള അമ്മ തന്നെ നമ്മുടെ കണ്ണനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്